2 ദിവസമായി ലിറ്റിൽ കൈറ്റ്സിന്റെ ജില്ലാതല സഹവാസ ക്യാമ്പ് നടക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ പ്രധാനമായും ഒരു IT കൂട്ടായ്മ തന്നെ ഇതിനെ പറയാം. മലപ്പുറം ജില്ലയിൽ നിന്നും വിവിധ സ്കൂളുകളിൽ നിന്നായി 108ഓളം കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങൾ അവരിലൂടെ അറിയാം. കേരള സർക്കാർ സംസ്ഥാനത്തെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ നടപ്പിലാക്കിയ ക്ലബ്ബാണ് IT ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ്. അപ്പോൾ ഇതിൽ IT-യിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ IT-യിൽ അഭിരുചിയുള്ള കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത്. നിലവിൽ ഈ ലിറ്റിൽ കൈറ്റ്സിൽ 1.5 ലക്ഷത്തോളം കുട്ടികളുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായും സ്കൂൾ തല പ്രവർത്തനങ്ങൾ IT പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളാണ്. സ്കൂളിലെ IT-യുമായി ബന്ധപ്പെട്ട കുറേ പരിശീലനങ്ങളുണ്ട്. രക്ഷിതാക്കൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. സമൂഹത്തിലുള്ള രക്ഷിതാക്കൾക്ക് മാത്രമല്ല, സ്കൂളിലെ ബാക്കിയുള്ള കുട്ടികൾക്ക് IT-യുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ, IT പ്രവർത്തനങ്ങൾ, സ്കൂളിൽ നടക്കുന്ന IT ഡോക്യുമെൻറ്റേഷനുകൾ, അങ്ങനെ പല കാര്യങ്ങളും ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ റുട്ടീൻ തല പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടി കുറേ പരിശീലനങ്ങൾ കിട്ടുന്നുണ്ട്. അതിനുശേഷം തിരഞ്ഞെടുത്ത കുട്ടികളെ സബ് ജില്ലാ ക്യാമ്പിൽ അല്ലെങ്കിൽ അതിനുശേഷം ജില്ലാ ക്യാമ്പ്, പിന്നെ സംസ്ഥാന ക്യാമ്പ്, ഈ കുട്ടിക്ക് 2 തരം പരിശീലനം കിട്ടുന്നു. ഒന്ന് സ്കൂൾ തല പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന പരിശീലനവും പിന്നെ തിരഞ്ഞെടുത്ത കുട്ടികൾ. ഇപ്പോൾ 2 വിഭാഗമായിട്ട് കുട്ടികളെ ഇവരുടെ അഭിരുചി സെലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രോഗ്രാമിങ്ങിൽ അഭിരുചിയുള്ള കുട്ടികൾ, 2 അനിമേഷനിൽ അഭിരുചിയുള്ള കുട്ടികൾ. ഇങ്ങനെ 2 വിഭാഗമായിട്ട് കൂടുതൽ ആഴത്തിലുള്ള പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലാ ക്യാമ്പ് ഇന്ന് 14 ജില്ലകളിലും നടക്കുന്നുണ്ട്. പ്രോഗ്രാമിംഗ് മേഖലയിൽ കുട്ടികൾ പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, പിന്നെ മൊബൈൽ ആപ്പ് പഠിക്കുന്നുണ്ട്. അപ്പോൾ MIT തയ്യാറാക്കിയ ആപ്പ് ഇൻവെൻറ്റർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് ആപ്പ് തയ്യാറാക്കുകയാണ് ഒരു ആക്ടിവിറ്റി. മാത്രമല്ല, പിന്നെ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായി ബന്ധപ്പെട്ട് കുട്ടി വയർലെസ് ഉപയോഗിച്ച് ഒരു ഡിവൈസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഹോം ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ ധാരാളം ഡിവൈസുകളുണ്ട്. പിന്നെ ഫാന്, ബൾബ്, ഇപ്പോൾ വീട്ടിലുള്ള നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ദൂരെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് കുട്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചതിന് ശേഷം ഇവർ തയ്യാറാക്കിയ ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം നാളെ 2-ാം ദിവസം വൈകുന്നേരം 3 മണിക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അനിമേഷൻ മേഖലയിൽ കുട്ടികൾ പഠിക്കുന്നത് ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയറാണ്, 3D സോഫ്റ്റ്വെയറാണ്. സബ് ജില്ലാ ക്യാമ്പിൽ നിന്ന് ഇവർ 2P ഡെസ്ക് പോലെയുള്ള സോഫ്റ്റ്വെയർ ഇവർ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 2D പ്രോഗ്രാമാണ് സബ് ജില്ലാ ക്യാമ്പിൽ നിന്ന് ഇവർ പരിചയപ്പെടുന്നത്. അതിനുശേഷം 3D പ്രോഗ്രാമാണ് ജില്ലാ ക്യാമ്പിൽ പഠിക്കുന്നത്. ഈ ജില്ലാ ക്യാമ്പിൽ പഠിച്ചതിന് ശേഷം സ്റ്റേറ്റ് ക്യാമ്പിൽ ഇവർ തയ്യാറാക്കിയ ഉൽപ്പന്നം അവതരിപ്പിക്കണം. അപ്പോൾ ബ്ലെൻഡർ ഇന്ന് പ്രധാനമായും ത്രിമാന അനിമേഷൻ സോഫ്റ്റ്വെയറിൽ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ. നമ്മുടെ ഹിബിസ്കസ് മീഡിയ, കേരളത്തിൽ ഹിബിസ്കസ് മീഡിയ എന്നൊരു കമ്പനിയുണ്ട്. അവരാണ് ഇന്ന് കേരളത്തിൽ തന്നെ കാത്തു, മിസ്റ്റർ കുമാരൻ പോലെയുള്ള അനിമേഷൻ സിനിമകളൊക്കെ തയ്യാറാക്കുന്നത് ഈ ബ്ലെൻഡർ സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ ശരിക്കും പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ IT മേഖലയിൽ ഉയർന്ന തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഉയർന്ന തലത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കിട്ടേണ്ട കാര്യങ്ങളാണ് ഈ 2 ദിവസം കൊണ്ട് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഭാഗ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇതിന് ശേഷം കുട്ടിയുടെ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അറിയാം കുട്ടികൾ എത്രമാത്രം ഈ ക്യാമ്പ് ആസ്വദിച്ചു എന്നതിന്. ലിറ്റിൽ കൈറ്റ്സിൻ്റെ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ്, ജില്ലാതല ക്യാമ്പ് നമ്മുടെ വിദ്യാലയത്തിൽ ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുകയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. നമുക്കറിയാം, ലോകത്ത് തന്നെ ഒരുപക്ഷെ കേരളത്തിലല്ലാതെ മറ്റൊരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ ഒരു
വിവര സാങ്കേതിക വിദ്യ പ്രൈമറി തലം മുതൽ പാഠ്യവിഷയമായിട്ട് ഉണ്ടാവില്ല. കേരള സംസ്ഥാനം കഴിഞ്ഞ 2008 മുതലാണെന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് IT സ്കൂൾ പ്രോജക്റ്റ് ആരംഭിച്ചു. തുടർച്ചയായിട്ട് കൈറ്റ് എന്ന പേരിൽ നമ്മൾ നിലവിൽ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കൈറ്റിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലിറ്റിൽ കൈറ്റ്സിൻ്റെ യൂണിറ്റുകൾ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലെ തന്നെ സ്കൂളുകളിലെ ഏറ്റവും വലിയ ക്ലബ്ബായ IT ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ് എന്നെല്ലാവർക്കും അറിയാം. 1,00,000-ഓളം കുട്ടികൾ അംഗങ്ങളായിട്ടുള്ള ഈ ക്ലബ്ബ് അത് ജില്ലാതലത്തിലുള്ള ക്യാമ്പ് ഫെബ്രുവരി 11-12 തീയതികളിലായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒതുക്കുങ്ങിൽ നടക്കുകയാണ്. ഇവിടേക്ക് 108 കുട്ടികളാണ് പ്രവേശനം നേടി എത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇന്ന് നാളെയുമായി പരിപാടി നടക്കുകയാണ്. എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൽ ഇത്തരമൊരു പ്രോഗ്രാം നടക്കാനിടയായതിൽ. വിവരസാങ്കേതിക വിദ്യ ഉത്തരോത്തരം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ക്യാമ്പുകൾ സഹായകരമാകും. ഭാവിയിൽ ഈ മേഖലയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ സന്ദർഭം വളരെയധികം സന്തോഷത്തിൻ്റെയാണ്. ഈ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് ഒരു ചരിത്ര മുഹൂർത്തമായി ഇവിടെ വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അടുത്ത തലമുറക്കും ഹൃദയത്തിൽ കൊത്തിവെക്കാൻ ഇടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നു, ആശംസകൾ നടത്തുന്നു. ഹലോ, ഞാൻ മിൻഹ. ഞങ്ങളിപ്പോൾ ഒതുക്കുങ്ങൽ സ്കൂളിലാണുള്ളത്. പിന്നെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ തന്നെ കഴിയും. അത്ര നൈസായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയാലും എങ്ങനെ ആയാലും അതിൻ്റെ ടീച്ചേഴ്സ് ആയാലും ആരായാലും ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ഒരു കുഞ്ഞ് കമ്പ്യൂട്ടർ പോലത്തെ ഒരു സാധനം കൊണ്ട് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമുക്ക് ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പോലെ ഈ IoTനെ കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് ക്ലാസ് എടുത്ത് തരികയും അതിനെക്കുറിച്ച് നല്ല വ്യക്തമാക്കി തരികയും ചെയ്തു. പഠിത്തമല്ലാതെ ഇവിടെ ഡാൻസ്, പാട്ട്, ഞാൻ വളരെയധികം കാലത്തിന് ശേഷമാണ് ഇവിടെ ഓപ്പണായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി ആയാലും നാടൻ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ ഇവിടുന്ന് ആയാലും നല്ല IT പരമായിട്ട് നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയത്. എന്താ വെച്ചാൽ ഇവിടെ വന്നത് എന്തായാലും മുതലായി എന്ന് തോന്നുന്നുണ്ട്. ക്യാമ്പൊക്കെ നല്ല രസീനു, നല്ല അടിപൊളി, നല്ല ക്ലാസ്സുകളും ഇന്നലെ രാത്രിക്കത്തെ നല്ല ഡാൻസും അതൊക്കെ നല്ലതേനു. ഞാൻ ആദ്യമായിട്ട് ഡാൻസൊക്കെ കളിച്ചു. ഈ ഒരു ക്യാമ്പ് വെച്ചാൽ ആദ്യം പ്രതീക്ഷ എന്താ വെച്ചാൽ മൊത്തം ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് 24 മണിക്കൂർ അതന്നെ എനിക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ എന്താ പറയുക കുറേ ഫ്രണ്ട്സുകൾ കിട്ടി. ഞാൻ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ വിചാരിച്ചേ ഭയങ്കര ബോറായിരിക്കും, എനിക്ക് അറിയാത്ത ടീച്ചേഴ്സാണ്, എന്താ ഇപ്പം ചെയ്യുക. പക്ഷേ ക്ലാസ് വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും സെറ്റായിനി. പിന്നെ രാത്രി ഞങ്ങൾക്ക് അവിടുന്ന് ഡാൻസ് പാട്ട് സെറ്റായിനി. പിന്നെ എന്താ അടിപൊളിയായിനി. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാമ്പ്. ഈ ക്യാമ്പ് നല്ലൊരു അനുഭവമായിരുന്നു. പുതിയ പൈത്തണിനെ കുറിച്ചൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ വേരിയബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളത് പഠിച്ചു. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് വേറൊരു വൈബായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കിട്ടി. ഇവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റി. കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. ഒരു ജില്ലാ ക്യാമ്പ് എങ്ങനെയാണ് എന്നുള്ള ഇത്രയും ഇതിൽ ഞങ്ങൾ എല്ലാം അവർ നോക്കി. പ്രോഗ്രാമിനായി കണ്ട് വന്നതായിരുന്നു ജില്ലയ്ക്ക്. അതിൽ കുറേ കാര്യം പഠിക്കാൻ പറ്റി. ഏറ്റവും നല്ല ഒരു കോഴ്സ് കണ്ട് ഞങ്ങൾക്കിത് തോന്നിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് എടുത്ത് നന്നായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ തോന്നിയ ഒരു ഇതാണ്. ഞാൻ പ്രോഗ്രാമിങ്ങിനാണ് സെലക്റ്റായി ഇവിടെ എത്തിയത്. പ്രോഗ്രാമിങ്ങിൽ പൈത്തൺ, ഇപ്പോൾ ആപ്പ് ഇൻവെൻറ്റർ, MIT ആപ്പ് ഇൻവെൻറ്റർ, ഈ 2 സോഫ്റ്റ്വെയർസിലൂടെയാണ് ഞങ്ങൾ പഠിക്കുന്നത്.
അപ്പോൾ റോബോട്ടിക്സ് കിറ്റ് കുറേ അധികം കാര്യങ്ങൾ അതിൽ നിന്ന് പരിചയപ്പെട്ടു. കൂടുതൽ സെൻസേഴ്സ്, മോട്ടർ, സെർവോ മോട്ടർ എല്ലാം ഞങ്ങൾ ഇതിൽ നിന്ന് പരിചയപ്പെട്ടു. അതുപോലെ തന്നെ കോഡിങ്ങിൻ്റെയും പ്രോഗ്രാമിൻ്റെയും ഒരുപാട് പുതിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുവാനും പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ വളരെ നല്ല ക്യാമ്പായിരുന്നു.